ഇന്നലെ ഒക്ടോബർ 7 ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിന് 2 വയസ്സ്. ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലെ ഹെഡ്ലൈൻ നമ്മുടെ ചങ്കിലേക്ക് കുത്തിക്കയറും. ലോകം നോക്കി നിന്ന് 2 വർഷം. ലോകം നോക്കി നിന്ന് 2 വർഷം. ഈ നോക്കി നിന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ട്. എത്ര പേരെ മരിച്ച? ഗാസയിൽ 67,139, ഇസ്രായേൽ 2,291. ഇത് രേഖപ്പെടുത്തിയ കണക്കാണ്. രേഖപ്പെടുത്താത്ത കണക്കുകൾ ആർക്കും അറിയില്ല. അതിൽ മരിച്ച കുട്ടികൾ 19,424, അനാഥരായ കുട്ടികൾ 17,000, പോഷകാഹാരക്കുറവ് നേരിടുന്നത് 14,400. ഭീകരമായ കണക്കാണ്. മലയാളത്തിൻ്റെ എഴുത്തുകാരി ലീലാവതി ടീച്ചറിനോട് 96ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്നില്ലെന്ന് ചോദിച്ചു. അപ്പം ടീച്ചർ പറഞ്ഞു, ഭക്ഷണത്തിനായി പാത്രവും നീട്ടി നിൽക്കുന്ന ഗാസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്കെങ്ങനെയാണ് ചോറ് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുക? ഇന്നത്തെ ഗോസ്പൽ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. പക്ഷേ ഈ പ്രാർത്ഥനയുടെ ആദ്യത്തെ വരി പോലും ചൊല്ലാനുള്ള യോഗ്യത നമുക്കില്ല. അതിനുള്ള കരുത്തില്ല നമുക്ക്. കാരണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെന്ന് വിളിക്കുന്നത്. ഇവിടെ എത്ര അപ്പന്മാരുണ്ട്? ഒരുപാട് അപ്പന്മാരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തുനിന്ന് യുദ്ധം ഒഴിഞ്ഞു പോവാതെ നമ്മളെല്ലാവരും ഒറ്റ അപ്പൻ്റെ മക്കളെന്ന് പറഞ്ഞ് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുക?